തിരുനാവായയിൽ മാലിന്യ സംഭരണ കേന്ദ്രം അനുവദിക്കില്ലെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തിരുനാവായ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് വ്യാപാരി വ്യവസായി തിരുനാവായ യൂണിറ്റ് അധ്യക്ഷൻ CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംഭരണ കേന്ദ്രം തിരുനാവായയിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമര കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. സിറാജ് പറമ്പിൽ സ്വാഗതം പറഞ്ഞു. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ MCF ഞങ്ങൾക്കറിയാം, പഞ്ചായത്ത് MCF ആണെന്ന് ഞങ്ങൾക്കറിയാം, അറിയാത്തവരില്ല. പക്ഷേ ഇത്രയും ജനനിബിഡമായ ഈ സ്ഥലത്ത് ഈ പഞ്ചായത്ത് മാലിന്യം കൊടുത്തള്ളാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വിമുഖത വെടിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഒരുപക്ഷെ ഇതിന് വലിയ ഉദ്ഘാടകരോ മറ്റൊന്നും കണ്ടില്ലെന്ന് വരാം. പക്ഷേ ഇത് നാട്ടുകാരുടെ ന്യായമായ അവകാശമാണ്. ഈ അവകാശത്തെയാണ് നിങ്ങൾ മാനിക്കേണ്ടത്. നിങ്ങൾ ഇവിടെ ഒരു നാടകം കളിക്കുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. ചർച്ചയ്ക്ക് വിളിക്കുന്നു, അത് മാറ്റിവെക്കുന്നു, വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നു, മാറ്റിവെക്കുന്നു. ഇത് നിങ്ങൾ ആരെ മോചിപ്പിക്കാനാണ് ഈ ചെയ്യുന്നതൊക്കെ? അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ന്യായമായ ഈ അവകാശം നിങ്ങൾ അത് കണ്ടേ മതിയാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുകയാണ്, ഈ ആർത്തളിച്ച് പെയ്യുന്ന മഴയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഈ സമരം ശക്തമാക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു പിന്നോട്ട് ഞങ്ങൾ നിൽക്കുന്നതല്ല. പരുത്തിപ്പുറം മുഹമ്മദ് അധ്യക്ഷനായി. തിരുനാവായക്കാർ ഒത്തുകൂടിയതിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ ചരിത്ര പ്രാധാന്യം നേടിയിട്ടുള്ള തിരുനാവായ അങ്ങാടിയെ മലിനപ്പെടുത്തുന്ന ഒരു നടപടി പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് ഉണ്ടായപ്പോൾ അത് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ സമാധാനപരമായാണ് നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്. മുഹമ്മദ് താഴത്തറ, ഷൈജു, T വേലായുധൻ, ജനാർദ്ദനൻ, KM കോയിമുട്ടി, അനിൽ അലവി, ശശികുമാർ എന്നിവർ സംസാരിച്ചു. മുജീബ് നൈന, മുഹമ്മദ് അലി ചീനിയത്ത്, മുളക്കിൽ ഷാജി എന്നിവർ നേതൃത്വം നൽകി. നവാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.